പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്കെതിരെ പ്രകോപനപരമായി സംസാരിച്ച പാക് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് മലക്കം മറിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ത്യ പാക് ഭീകര കേന്ദ്രങ്ങളിൽ കടുത്ത തിരിച്ചടി നൽകിയപ്പോൾ ഇന്ത്യ സംഘർഷം ഒഴിവാക്കിയാൽ പ്രശ്നപരിഹാരത്തിന് തയ്യാറാണെന്ന് ഖാജ ആസിഫ് നിലപാട് മാറ്റി. ചർച്ചയ്ക്കും സമാധാനത്തിനും തയ്യാറാണെന്ന് ഖാജ ആസിഫ് വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും ഇന്ത്യ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന. ഇന്ത്യക്കെതിരെ ശത്രുതാപരമായ നടപടിയൊന്നും സ്വീകരിക്കില്ലെന്ന് ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടിക്കും. ഇന്ത്യ പിന്മാറുകയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായും സംഘർഷം ഒഴിവാക്കുമെന്നും ഖാജ ആസിഫ് പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇതുവരെ 100 പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യൻ സൈനിക നടപടി. 600-ലേറെ ഭീകരർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു വ്യോമകര നാവികസേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ തിരിച്ചടിയുടെ ദൃശ്യങ്ങൾ സേന പുറത്തുവിട്ടിട്ടുണ്ട്. കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ തിരിച്ചടി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. സാറ്റലൈറ്റ് മാപ്പിംഗിലൂടെയും ദൃശ്യങ്ങൾ പുറത്തുവിട്ടുമാണ് ഇന്ത്യൻ നീക്കങ്ങൾ വിശദീകരിച്ചത്. മെയ് 7 പുലർച്ചെ 1:05-നും 1:30-നും ഇടയിലാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് ഇന്ത്യ മറുപടി നൽകിയെന്ന് കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞു. ഭീകരവാദ താവളങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. പാക് അധിനിവേശ കശ്മീരിലും ഇതിനു വേണ്ടിയുള്ള നടപടികൾ പാകിസ്ഥാൻ ചെയ്യുന്നുണ്ട്. ഈ താവളങ്ങൾ കണ്ടെത്തിയാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത്. ജെയ്ഷെ മുഹമ്മദിനെ മുസാഫാബാദിലെ താവളം തകർത്തുവെന്ന് കേണൽ സോഫിയ ഖുറേഷി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിലെ ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നീതി ലഭ്യമാക്കുന്നതിനാണ് ഇന്ത്യൻ സായുധ സേന ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതെന്ന് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞു. 9 തീവ്രവാദ ക്യാമ്പുകൾ ലക്ഷ്യമിടുകയും അത് നശിപ്പിക്കുകയും ചെയ്തു. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനും ഏതെങ്കിലും സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുത്താതിരിക്കാനുമാണ് ഈ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് വ്യോമിക സിംഗ് വിശദീകരിച്ചു. അതിർത്തി കടന്നുള്ള എല്ലാ ആക്രമണത്തിനും മറുപടി നൽകിയെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. ജമ്മു കശ്മീരിന്റെ സമാധാനം തകർക്കാനാണ് ശ്രമിച്ചത്. ഭീകരവാദികൾക്കുള്ള ശക്തമായ മറുപടിയാണിത്. ഭീകരവാദികൾക്ക് സാമ്പത്തിക സഹായം എത്തിച്ച് വളർത്തുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യമെന്നും മിശ്രി പറയുന്നു. ഭീകരവാദികളുടെ താവളം ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ആക്രമണം നടത്തിയത്. ഭീകരവാദികൾക്ക് സാമ്പത്തികമായും മറ്റും സഹായം നൽകുന്നവർക്കും മറുപടി നൽകും. ഭീകരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാക് ബന്ധം വ്യക്തമായി. ലോകരാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഭീകരവാദികളുടെ സുരക്ഷിത താവളമായി പാകിസ്ഥാൻ മാറി. പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് ഒരു വാർത്താക്കുറിപ്പ് മാത്രമാണ് പാകിസ്ഥാൻ പുറത്തിറക്കിയതെന്നും വിദേശകാര്യ സെക്രട്ടറി പറയുന്നു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.